ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 1ാം യൂണിറ്റായ കനകച്ചിലങ്ക എന്നതിലെ താളവും മേളവും എന്ന പാഠഭാഗമാണ്. ഇതിലെ കാനനോത്സവം എന്ന കഥയാണ് നാം ഇന്ന് എടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താളവും മേളവും. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരണം വായിക്കൂ. കാനനോത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ. അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെയൊന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികളൊന്നാകെ കൈയടിക്കുന്നു. സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുന്നു. പാട്ടിനു ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണേ? രാജാവ് നെറ്റി ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ. മുയലച്ചൻ തൊഴുകൈയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ്, സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീയൊന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ. മന്ത്രി മൈലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി. നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി. എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്തു നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേര് തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ടു നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടുമത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്തനൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ
ജയിക്കാനായുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. മക്കളെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ഈ കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? മക്കളെ, കാനനോത്സവത്തിൽ എന്തൊക്കെ പരിപാടികളാണ് നടന്നത്? പാട്ടുണ്ടായിരുന്നു, നൃത്തമുണ്ടായിരുന്നു, കൂവലുണ്ടായിരുന്നു, കുറുകലുണ്ടായിരുന്നു, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, ഇങ്ങനത്തെ കലാപരിപാടികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അല്ലേ മക്കളെ? അപ്പോൾ ഇതിൽ നിങ്ങൾ കൂവൽ, കുറുകൽ, ഓരിയിടൽ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മക്കൾ കണ്ടിട്ടുള്ളത് മാത്രം എഴുതുക. ചോദ്യം 2. സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? നെന്മണി കൊത്തിപ്പെറുക്കി വരുമ്പോഴാണ് കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിലെ അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടത്. അവിടെ കലോത്സവം നടക്കുകയായിരുന്നു. അവിടെയുള്ള മുത്തശ്ശിപ്ലാവിലിരുന്നാൽ സ്കൂൾ മുഴുവനായി കാണാം. ഗ്രൗണ്ടിൽ കുട്ടികൾ തിങ്ങി നിറഞ്ഞിരുന്നു. ലളിതഗാന മത്സരമാണ് ആദ്യം നടന്നത്. അതിനുശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ ഉണ്ടായിരുന്നു. ഓരോ പരിപാടിക്ക് ശേഷവും കുട്ടികൾ കൈയടിച്ച് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. ചോദ്യം 3. കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? ഉത്തരം നോക്കാം. ഇഴയൽ മത്സരം, അമറൽ മത്സരം, കൂവൽ മത്സരം, മരഞ്ചാട്ട മത്സരം, നീന്തൽ മത്സരം, ഓരിയിടൽ മത്സരം, പറക്കൽ മത്സരം എന്നിവയെല്ലാം കാട്ടിലെ ജീവികൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന മത്സരങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കൂ. പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റ് ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം അക്ഷരമാലാക്രമത്തിൽ എഴുതി വയ്ക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമെന്ന് കൂടി അതോടൊപ്പം എഴുതൂ. അമറൽ മത്സരം: സിംഹം, ആന, കടുവ, പുലി, കരടി, ചീറ്റ. ഓരിയിടൽ മത്സരം: പങ്കെടുക്കുന്നവർ കുറുക്കൻ, നായ, ചെന്നായ. കുറുകൽ മത്സരം: പ്രാവ്, പരുന്ത്, തത്ത. കൂവൽ മത്സരം: കുറുക്കൻ, ചെന്നായ, നായ, കുയിൽ. ചിഹ്നം വിളി മത്സരം: ആനകൾ. നിറം മാറൽ മത്സരം: ഓന്തുകൾ. നൃത്ത മത്സരം: മയിലുകൾ. പറക്കൽ മത്സരം: പരുന്ത്, കഴുകൻ, വേഴാമ്പൽ, തത്ത, കാട്ടിലെ മറ്റു പക്ഷികളും. ഫാഷൻ ഷോ മത്സരം: ഓന്ത്, മയിൽ, വിവിധ പൂമ്പാറ്റകൾ, പക്ഷികൾ. മൂളിപ്പാട്ട് മത്സരം: കൊതുക്, വണ്ട്, തേനീച്ച. അടുത്ത ചോദ്യം നോക്കൂ. കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? ഉത്തരം: മാതൃക പാട്ട് മത്സരം. ഒരു ഗ്രൂപ്പിൽ 5 അംഗങ്ങൾ മാത്രമേ പാടുള്ളൂ. 5 മിനിറ്റിൽ കൂടുതലാകാൻ പാടില്ല. സിനിമാ ഗാനങ്ങൾ പാടില്ല. വേഷവിധാനത്തിന് പ്രത്യേകം മാർക്കില്ല. 5നും 10നും ഇടയിൽ പ്രായമുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂ. പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം. കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു. അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും? എഴുതൂ. ഉത്തരം നോക്കാം. ഓട്ടമത്സരം, ചാട്ടമത്സരം, ഇഴയൽ മത്സരം, നീന്തൽ മത്സരം, നടത്ത മത്സരം, പറക്കൽ മത്സരം. കാട്ടിൽ നടക്കുന്ന കായികമേളയ്ക്ക് ഈ ഇനങ്ങൾ ഉണ്ടാവും. ഇതോടുകൂടി ഇതിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. 3-ാം ക്ലാസ്സിലെ മലയാളം വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.